പിതാവിന്റെ സന്നദ്ധിയിൽ ഈശോ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുക. യേശുവിന്റെ ഏക മധ്യസ്ഥത്തോട് ഞാനും നിങ്ങളും മധ്യസ്ഥരായി തീരണം. കാരണം ക്രിസ്തുവിന്റെ ശിഷ്യരായി നമ്മൾ വിളിക്കപ്പെട്ടവരാണെങ്കിൽ, ക്രിസ്തു ശിഷ്യരെന്ന് നമ്മൾ വിളിക്കപ്പെടണമെങ്കിൽ ക്രിസ്തുവിനെ അനുകരിക്കുന്നവരായി നമ്മൾ മാറണം. യേശുവിനെ നിശ്ചയമായിട്ടും യേശുവിന്റെ പ്രവർത്തികള്, യേശുവിന്റെ മനോഭാവങ്ങള്, യേശുവിന്റെ സ്വഭാവ രീതികള്, യേശുവിന്റെ ജീവിത ശൈലി, ഇതൊക്കെ അനുകരിക്കുന്നവരായി മാറുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനികളായിട്ട് മാറുന്നത്. ഇനി ക്രിസ്തുവിന്റെ വിളി എന്തായിരുന്നു? ക്രിസ്തുവിന്റെ ദൗത്യം എന്തായിരുന്നു? ക്രിസ്തു കാൽവരിയുടെ നെറുകയിലേക്ക്, കാൽവരി കുരിശിലേക്കാണ് തന്റെ ജീവിതത്തിന്റെ ആദ്യ നിമിഷം മുതൽ അവസാന നിമിഷം വരെ ഈശോ ആ ലക്ഷ്യം മനസ്സിൽ കണ്ട്, മുന്നിൽ കണ്ടുകൊണ്ടാണ് തന്റെ ജീവിതയാത്ര. ജനിക്കുന്നതിന് മുമ്പേ തന്റെ മരണപത്രം എങ്ങനെ മരിക്കണമെന്ന് എഴുതി വെച്ച ഒരുവനേ ഉള്ളൂ, അത് യേശു ക്രിസ്തു. സങ്കീർത്തകനിലൂടെയും പ്രവാചകന്മാരിലൂടെ എല്ലാം നമുക്ക് കാണാൻ പറ്റും യേശു എങ്ങനെ മരിക്കണമെന്ന്. യേശുവിന്റെ ജനനത്തിനും 650 വർഷങ്ങൾക്ക് മുമ്പേ വളരെ കൃത്യമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ യേശു ജനിച്ചു വീണ നാള് മുതല് യേശു തന്റെ ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയായിരുന്നു. അതുകൊണ്ടാണല്ലോ ലൂക്കാസ് സുവിശേഷൻ ഇങ്ങനെ പറയുന്നത്, ഗലീലയിൽ നിന്നും ജെറുസലേമിലേക്കുള്ള ഒരു യാത്രയാണ് യേശുവിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ. ജെറുസലേം എന്ന് പറഞ്ഞാൽ എവിടെയാണോ യേശു കാൽവരിയുടെ നെറുകയിൽ ആ മലമുകളിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി 3 ആണികളിൽ പിടഞ്ഞു മരിച്ചിട്ട് നമ്മുടെ പാപത്തിന് പരിഹാരമായി ദൈവസന്നിധിയിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തി. ഈശോ കാൽവരിയിൽ എന്താ ചെയ്തേ? ഈശോ കാൽവരിയിൽ എനിക്ക് നിനക്കും വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തി, മാധ്യസ്ഥം യാചിച്ചു. നമുക്ക് പകരക്കാരനായി ഈശോ, അല്ലെ? നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, മധ്യസ്ഥ യാചിക്കുക എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു പകരക്കാരനായിട്ട് തീരുകയാണ്, അല്ലെ? നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം, ഇവിടുത്തെ സുപ്പീരിയർ അച്ഛൻ കാര്യച്ചനാണ്, കാര്യച്ചന്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കണം. ഇപ്പോഴത്തെ ഒരു സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു, അച്ഛാ കാര്യച്ചന്റെ അടുത്ത് നേരിട്ട് ചോദിക്കാൻ മടിയായതുകൊണ്ടാ അച്ഛനൊന്ന് പോയി ചോദിക്കാവോ, അച്ഛനൊന്ന് പോയി പറയാവോ? അപ്പൊ ഞാൻ ഇതിനിടയ്ക്ക് ഒരു പകരക്കാരനായി, ഇവളുടെ ആഗ്രഹം കാര്യച്ചന്റെ അടുത്ത് എത്തിക്കാനുള്ള ഒരു പകരക്കാരനായിട്ട് ഞാൻ മാറി. ഇവരുടെ ഇടയിൽ ഒരു മധ്യസ്ഥനായിട്ട് ഞാൻ നിന്നിട്ട് ഇവരുടെ വിഷയം ഞാൻ അങ്ങോട്ട് പറയുക, കാര്യച്ച ഇന്ന കാര്യം ഉണ്ടായിരുന്നു, അവരപ്പോ എന്റെ അടുത്ത് ഇങ്ങനെ സൂചിപ്പിച്ചായിരുന്നു, ഒന്ന് ഓർമ്മപ്പെടുത്താൻ പറഞ്ഞായിരുന്നു എന്ന് പറയുന്ന പോലെ കാൽവരിയുടെ നെറുകയിൽ ഈശോ പിതാവായ ദൈവത്തിനും ജനത്തിനും നടുവിൽ ഒരു മധ്യസ്ഥനായിട്ട് മാറുകയാണ്. പിതാവിന്റെ സന്നദ്ധിയിൽ ഈശോ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുക. എന്താ? ഈ പാപം ഇവരുടെ മേൽ ആരോപിക്കരുത്, ഈ ശിക്ഷ ഇവരുടെ മേൽ വരരുത്. ആ ശിക്ഷ മുഴുവനും യേശു പകരക്കാരനായി സ്വന്തം ശരീരത്തിലേക്ക് വഹിക്കുകയാണ്, സ്വന്തം ശരീരത്തിലേക്ക് ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് പിതാവിന്റെ സന്നിധിയിൽ എനിക്ക് നിങ്ങൾക്കും വേണ്ടി ഈശോ മധ്യസ്ഥ പ്രാർത്ഥന നടത്തി. അതുകൊണ്ടാണ് ഏക മധ്യസ്ഥനേ ഉള്ളൂ എന്ന് തിമോത്തിയർക്ക് എഴുതിയ ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ പാപത്തിന് പരിഹാരമായി ഒരേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. ഇനി ഞാനും നിങ്ങളും ഇതുപോലെ പകരക്കാരനായി തീരുമ്പോ, മറ്റുള്ളവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ, അവരുടെ പാപങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുമ്പോ നമ്മള് മധ്യസ്ഥരായി മാറുകയാ, പകരക്കാരനായി തീരുകയാ. പക്ഷെ യേശുവിന്റെ പകരക്കാരനല്ല. യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്തു, ശരീരത്തിൽ ഏറ്റെടുത്തു, വഹിച്ചു മാറ്റി. ആ മധ്യസ്ഥത്തിലേക്കാണ് നമ്മുടെ ജീവിതത്തെ വെക്കുക. അതാണ് ഏക മധ്യസ്ഥം. ഇനി നമുക്കറിയാം, തിമോത്തിയർക്ക് എഴുതിയ ലേഖനത്തിൽ തന്നെ പൗലോസ്ലീഹ പറയുന്നുണ്ട്, 1 തിമോത്തി 2-ാം അധ്യായത്തില്, തിമോത്തിയർക്ക് എഴുതിയ ലേഖനം 2:1 മുതലുള്ള വചനത്തില് പൗലോസ്ലീഹ പറയുന്നൊരു കാര്യമുണ്ട്. എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാര സ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു.